നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിലെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൽ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങൾ, 10 പ്രമാണങ്ങളിൽ സാഹോദര്യഭാവത്തിൻ്റെ പ്രാധാന്യം പറയുന്ന പ്രമാണം, എല്ലാവരെയും സഹോദരന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് അപ്രകാരം പെരുമാറുക. സഹോദരന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പം അതിൽ പരസ്പര ബഹുമാനത്തിൻ്റെ പ്രാധാന്യം, പരസ്പര വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ട്രസ്റ്റായിരിക്കണം എന്ന് വിനോബ ഭാവെ പറഞ്ഞു. ട്രസ്റ്റ് ചെയ്യുക. കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. മോശമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള അപൂർണതകളെ ഇല്ലാതെയാക്കാനും എന്നെ പൂർണ്ണതയിലേക്ക് നയിക്കാനുമുള്ള അനുഭവങ്ങളാണ് ഇത്. ഈ അനുഭവങ്ങളെല്ലാം ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്നുള്ള സംസ്കാരങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. പുറമേ ഇരുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള സംസ്കാരങ്ങൾ കൊണ്ടുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളാണ്. ഒരു ചിമ്മിനി വിളക്കിൽ പുക പിടിച്ചു കഴിഞ്ഞാൽ വെളിച്ചം പുറത്തേക്ക് പൂർണ്ണമായിട്ടും വരില്ല. അത് തുടച്ചു കഴിഞ്ഞാൽ വെളിച്ചം പൂർണ്ണമായിട്ടും വരും. അപ്പോൾ വെളിച്ചം പൂർണ്ണമായിട്ടും
വരുമ്പോൾ എന്തായിരിക്കും സ്വഭാവം? ആ വിളക്കിൻ്റെ വെളിച്ചം എല്ലായിടത്തും വ്യാപിക്കും, തുല്യമായിട്ട് വ്യാപിക്കും. അപ്പോൾ എവിടെല്ലാമാണോ വെളിച്ചം എത്താത്തത് അതിന് ഫീൽഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിളക്കിൻ്റെ മുകളിലുള്ള പുകപടലങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഈ പുകപടലങ്ങൾ ചിലപ്പോൾ ഫീൽഡിൽ വ്യാപിക്കാം. നമ്മുടെ ബോധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും ആഴത്തിലുള്ള സംസ്കാരങ്ങൾ, നമ്മുടെ ഈഗോന് ഏറ്റവും പ്രിയപ്പെട്ടവ എന്ന് പറയാം, നമ്മളൊരിക്കലും വിടാൻ തയ്യാറല്ലാത്ത സംസ്കാരം, അത് തൊട്ടടുത്താണ്. നേരെ മറിച്ചിട്ട് ചിലത് വൈബ്രേഷൻസായിട്ട് ഫീൽഡിൽ തന്നെയുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ തീ പുകയാൽ മറഞ്ഞ പോലെ. തീ ഉള്ളപ്പോൾ പുക അവിടെ ഉണ്ട്, പുക ഉണ്ടെങ്കിൽ തീ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. പക്ഷെ അത് അത്ര തീയിനെ മറക്കില്ല. തീ നല്ലോണം കത്തി കഴിഞ്ഞാൽ പുക അപ്പം തന്നെ പോകും. രണ്ടാമത്തെ പറഞ്ഞാൽ ഒരു കണ്ണാടിയുടെ മുകളിൽ പൊടി കിടക്കുന്ന പോലെ, അത് അങ്ങനെ അനായാസം പോലെ നമ്മൾ തുടയ്ക്കണം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ആംനിയോട്ടിക് മെംബ്രെയിൻ, ഫീറ്റസിനെ കവർ ചെയ്യുന്ന ആംനിയോട്ടിക് മെംബ്രെയിൻ. ഫീറ്റസ് അതിൽ പ്രൊട്ടക്റ്റഡാണ്. അത് ഭേദിച്ചിട്ടാണ് ഫീറ്റസ് പുറത്തേക്ക് വരുന്നത്. അത് കുറച്ചും കൂടി ഗ്രോസാണ്. അതിൻ്റെ സംരക്ഷണത്തിനാണ് ഫീറ്റസ് കഴിയുന്നത് തന്നെ. നേരെ മറിച്ച് പുകയുടെ സംരക്ഷണത്തിനല്ല തീ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും ഡീപ്പായിട്ടുള്ള സംസ്കാരങ്ങൾ അത് നമ്മളെ ആഴത്തിൽ കവർ ചെയ്യും. അതിന് ഇഗ്നോറൻസ് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, അജ്ഞാനം. ഈ അജ്ഞാനം നീക്കണം എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ജ്ഞാനം വേണം. അതാണ് സഹജമാർഗത്തിലെ ട്രാൻസ്മിഷൻ പ്രാണാഹുതിയായിട്ട് നമ്മുടെ മാസ്റ്റർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഈ ബീജങ്ങൾ, നമ്മൾ ഫീൽഡിൽ സൃഷ്ടിച്ചിട്ടുള്ള ഈ തരത്തിലുള്ള അന്ധകാരം, അജ്ഞാനതിമിരാന്ധകസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് ഒരു ശ്ലോകമുണ്ട്. അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള അന്ധതയാണിത്. അത് എടുത്തു കളയണം. അത് എടുത്തു കളയണമെന്ന് എങ്ങനെയാണ്? എടുത്തു കളയണമെന്നുണ്ടെങ്കിൽ പരമഗുരുവായിട്ടുള്ള മാസ്റ്ററുടെ കരുണ തന്നെ വേണം, ട്രാൻസ്മിഷൻ വേണം. അപ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാസ്റ്ററുടെ സ്വഭാവം തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. മാസ്റ്ററുടെ സ്വഭാവമാണ് ഫെയ്ത്ത്, അബ്സല്യൂട്ടായിട്ട് വിശ്വാസമാണ് മാസ്റ്റർക്കുള്ളത്. കാരണം നീ എവിടെ പോയാലും എന്നെ വിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഡിഫറൻ്റ് അല്ല. അബ്സല്യൂട്ടായിട്ട് വിശ്വാസം, നമ്മൾക്ക് ഏത് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കുകയാണ്. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, അതിന് ഞാൻ കൂടെ നിൽക്കാം, എനിക്ക് വിശ്വാസമുണ്ട് നീ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അത്രയും വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം നമുക്കും വേണം. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്വഭാവം സംശയമാവരുത്, വിശ്വാസമാവണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. സംശയാത്മാ വിനശ്യതി. സംശയമുണ്ടാകുന്നത് നമ്മളുണ്ടാകുന്ന ഈഗോന്നുണ്ടായിട്ട് സംസ്കാരങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വരുന്ന അനുഭവങ്ങളെല്ലാം സ്വീകരിക്കണം. അതാണ് ട്രസ്റ്റിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചു നോക്കൂ. ഇപ്പോൾ ഡിസ്കഷൻ സമയത്ത് ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ഡിസ്കഷൻ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാം. കാരണം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസാണ്. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസസും ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള എക്സ്പ്രഷൻസാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്വീകരിക്കണം, ലിസൺ ചെയ്യണം എന്ന് നമ്മുടെ മാസ്റ്റർ. ലിസൺ, എന്താണ് അവിടെ കേൾക്കുന്നത്, അത് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ തടസ്സം എൻ്റെ ഉള്ളിലാണ്. നമ്മളതിൻ്റെ പുറകിലുള്ള ചേതോവികാരത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്തൊരു എക്സ്പ്രഷന് അടിയിലുള്ള നീഡ് അറിയണം. നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ, അതിപ്പോൾ ഹാർട്ട്ഫുൾനെസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ ഒരു പേരിൽ സഹജമാർഗത്തിൽ ഉണ്ട്. ഹാർട്ട്ഫുൾനെസ് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ അറിയേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും ട്രെയിൻഡ് ആവേണ്ട കാര്യമാണ്. ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനും മാർഷൽ റോസൻബർഗിൻ്റെ നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷനും, അത് രണ്ടും പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സ്കീമാണ് ഹാർട്ട്ഫുൾനെസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി എന്താണെന്ന് പറഞ്ഞാൽ ആരെന്ത് രീതിയിൽ പെരുമാറുകയാണെങ്കിലും അതിൻ്റെ അടിയിലുള്ള നീഡ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനുള്ള ആവശ്യമാണ്. എല്ലാവരും ആവശ്യം സ്നേഹമാണ്, അംഗീകാരം. ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം സ്നേഹം ലഭിക്കാത്തതുകൊണ്ട്
അസൂയപ്പെടുന്നതും വെറുക്കുന്നതും ഒക്കെ സ്നേഹം ലഭിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും സ്നേഹം ലഭിച്ചിരുന്നെങ്കിൽ അവരിതൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ എവിടെയെല്ലാം ഈ തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ടോ, നമ്മൾ നൽകേണ്ടത് സ്നേഹം, അതാണ് അതിനെ ക്ലിയറാക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടതാണ് ആ വരുന്ന ശബ്ദം. ആ ശബ്ദം വരുന്നത് സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ വിശ്വാസം എന്താണ് വേണ്ടത്? ട്രസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ അടിയിലും പൂർണ്ണമായിട്ടുള്ള സ്നേഹം തന്നെയുണ്ട്. നമ്മൾ ആ സ്നേഹത്തെ റിവീൽ ചെയ്യുക, അതിന് ലിസൺ ചെയ്യണം, കേൾക്കുക. അതാണ് പരസ്പര വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലിസൺ ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പായിട്ട് തീരുമാനം എടുക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. എനിക്കിങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ഞാൻ ഈ ടീമിൻ്റെ വർക്കുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കണം. വിയോജനക്കുറിപ്പ് എന്ന് പറയും. ഇതാണ് ട്രസ്റ്റിൽ നമ്മൾ നടത്തേണ്ടത്. നമ്മൾ ആ ടീം ഒന്നിച്ചിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്ത് പർപ്പസിനാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മീറ്റിംഗ് സമയത്താണ് വേണ്ടത്. നമ്മളങ്ങനെയല്ല ചെയ്യും. മീറ്റിംഗ് സമയത്ത് എല്ലാവരും മിണ്ടാണ്ടിരിക്കും, ഓക്കെ ഓക്കെ എന്ന് പറയും. പുറത്തിറങ്ങിയ ഉടനെ തുടങ്ങുകയും പരസ്പരം കുറ്റം പറയുന്നത്. നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിലും പല സന്ദർഭങ്ങളും കാണാറുണ്ട്. പുറത്തിറങ്ങിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ തുടങ്ങും. ഇപ്പോൾ ടീം വർക്കിൽ ഇമ്പോർട്ടൻസ് വരുമ്പോൾ പരസ്പര വിശ്വാസം. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ടീമിൽ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ പറയണം, എനിക്ക് നിങ്ങളുടെ അടുത്ത് കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ നേരിട്ട് മനസ്സിലാക്കിക്കോളാം. എനിക്ക് ആരുടെയും ഇത് ഇൻ്റർമീഡിയറ്റ് ആവശ്യമില്ല, ഞാൻ ഗോസിപ്പ് കേൾക്കാൻ തയ്യാറല്ല. നമ്മൾ ഉള്ളിലേക്ക് കണക്റ്റഡ് ആവുക, സ്നേഹത്തിലേക്ക് കണക്റ്റ് ആവുക, സ്നേഹം നൽകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഗോൾ ക്ലിയറായിട്ട് വരും. ശരിക്കും ഒരു ഗോൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല പ്രവൃത്തികളും നമ്മളിവിടെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഉത്തമ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ പ്രവൃത്തിയിലേക്ക് ഇറങ്ങണം. മനുഷ്യൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സഹജമാർഗ പ്രാർത്ഥന പറയുന്നു, ഓ മാസ്റ്റർ ദ ആർ ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഈ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും യുദ്ധങ്ങളോ ക്വാറൽസോ ആയി മാറുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രേരണകളായിട്ട് മാറും. നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമ്മൾ പല സ്റ്റേജസിലും പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ലക്ഷ്യം ഒന്നായിരിക്കണം. എന്താണ്? എല്ലാവരെയും ഉള്ളിലുള്ള ആ പ്യുവറായിട്ട് ഇന്നർ പൊട്ടൻഷ്യലിനെ മാനിഫെസ്റ്റ് ചെയ്യുക, ക്രിയേറ്റീവ് ടാലൻറ്റിനെ മാനിഫെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും തുല്യമായിട്ട് ആ പൊട്ടൻഷ്യലിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ ട്രസ്റ്റ് തീർച്ചയായിട്ടും ഫെയ്ത്തായിട്ട് മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.